ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദേജാവു. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അതിനകത്ത് ഞാൻ മയണൈസ് ട്രിക്ക് കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നോർമലി ഇൻഡോർ പ്ലാന്റ്സ് ഇങ്ങനെ കിട്ടാറ്. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു പോട്ട് വേണം. അപ്പോൾ ഇതിൽ ഡ്രെയിനേജ് ഹോൾസ് ഇല്ലാത്ത പോട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പിന്നെ കോക്കോ പീറ്റാണ് വേണ്ടത്. പിന്നെ നമുക്ക് ഇതുപോലത്തെ കുറച്ച് പെബിൾസോ സ്റ്റോൺസോ അങ്ങനെ എന്തെങ്കിലും കൂടി വേണം. ഇനി ഇത് ഡ്രെയിനേജ് ഹോൾസ് ഇല്ലാത്ത പോട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് നേരം അതിനകത്ത് റീറ്റെയിൻ ചെയ്യും. അപ്പോൾ അതിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് കോക്കോ പീറ്റ് ആഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇവിടെ ഇപ്പോൾ ഞാൻ മണ്ണൊട്ടും ആഡ് ചെയ്യുന്നില്ല. ഇപ്പം ഈ നമ്മൾ വാങ്ങിയപ്പോൾ ഉള്ള പോട്ടിലുള്ള അത്രയും തന്നെ ആ ഒരു സോയില് മാത്രമേ ഉള്ളൂ. ബാക്കി ഞാൻ ഫുള്ള് കോക്കോ പീറ്റ് ഇട്ടിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. പിന്നെ ഇൻഡോർ പ്ലാന്റ് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി നനയ്ക്കേണ്ട ആവശ്യമില്ല. സ്പെഷ്യലി ഇത് ഇസഡ് പ്ലാന്റ് ആണ്. ഇത് നമുക്ക് സോയിൽ നന്നായിട്ട് ഡ്രൈ ആവുമ്പോൾ ഈ നമ്മൾ ഫില്ല് ചെയ്തേക്കുന്ന ഈ പോട്ടിംഗ് മിക്സ്ചർ നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ സാക്യുലൻസിനൊക്കെ ചെയ്യില്ലേ, അതുപോലെ നമ്മൾ അത്ര ചെയ്താൽ മതി. അപ്പോൾ ബാക്കിയുള്ള പോർഷന് ഫുള്ളും ഞാൻ ഈ കോക്കോ പീറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ ഫില്ല് ചെയ്തൊക്കെ എടുക്കുമ്പോഴത്തേനും ആകെ മെസ്സി ആവും. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ലീവ്സിലൊക്കെ പൊടി ഉണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. മാത്രമല്ല നമ്മുടെ ഈ ഒരു മിക്സറെല്ലാം ഒന്ന് നനഞ്ഞ് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ലീവ്സൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. വെള്ളം അധികം ആവാണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം വാഷ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ ലീവ്സിലുള്ള ഈ നിൽക്കുന്ന വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഒക്കെ ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് അതെല്ലാം വൈപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈ ലീഫിലിങ്ങനെ ഒരു കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് വേണം നമ്മളത് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. സ്പെഷ്യലി നമ്മളിതിപ്പോൾ വെച്ചിട്ട് തന്നെ ഉള്ളൂ. അതുകൊണ്ട് അത് അത്ര വലിയൊരു ഫേമായിട്ട് നിന്നിട്ടില്ല. അത് കാരണം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ലീവ്സ് എല്ലാം ഇതുമാതിരി വൈപ്പ് ചെയ്തെടുക്കാൻ. ഇനിയാണ് ഞാൻ ഈ മയണൈസ് ട്രിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഈ മയണൈസ് നമ്മൾ കയ്യിൽ ജസ്റ്റ് ഈ പേസ്റ്റ് ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഈ ലീവ്സിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ആ ഒരു ആ ഒരു മയം അതിലോട്ട് കൊടുത്താൽ മാത്രം മതി. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് ചിലയിടത്തൊക്കെ ഇങ്ങനെ കണ്ടിട്ടില്ലേ, അത് ഒറിജിനൽ ആണോ അത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണോ അത് നമുക്ക് ഡൗട്ട് തോന്നും മാതിരി ഇരിക്കും. അത് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഈ ലീവ്സ് എല്ലാം നമ്മൾ നല്ല ഗ്ലേസിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു ടെക്നിക്കാണ് ഇത്. നമുക്ക് എപ്പോഴും ചെയ്യണമെന്നില്ല. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ മന്ത്ലി വൺസ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അതിനുശേഷം നന്നായിട്ട് ഈ ഒരു ടിഷ്യൂ പേപ്പർ തന്നെ യൂസ് ചെയ്ത് നമ്മൾ ഈ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ആ ഒരു മയണൈസ് നമുക്ക് അതുമാതിരി തന്നെ തിരിച്ച് തുടച്ചെടുക്കണം. അപ്പോൾ തുടച്ച് കളഞ്ഞാലും ആ ഒരു ഗ്ലേസിനെസ് ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, ലീവ്സിലുണ്ടായ ആ ഒരു ഡിഫറൻസ് അതുമാതിരി തന്നെ കുറേ ദിവസം നിൽക്കും. പിന്നെ നമുക്ക് ഇതുമാതിരി ഇതിൽ പൊടിയൊക്കെ പിടിക്കും. അപ്പോൾ അത് ഒരു 1 വീക്ക് 2 വീക്ക് ഗ്യാപ്പിൽ നമുക്ക് ക്ലീൻ ചെയ്യാം. പക്ഷേ ഈ മയണൈസ് യൂസ് ചെയ്യുന്നത് നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യമുള്ളപ്പോൾ മതി, മന്ത്ലിയോ അങ്ങനെ എന്തെങ്കിലും. പിന്നെ മയണൈസ് തന്നെ വേണമെന്നില്ല. ഇല്ലാത്തവർ നമുക്ക് ബനാന പീൽ പഴത്തിൻ്റെ തൊലി യൂസ് ചെയ്തും തിരിച്ച് വെച്ചിട്ട് ആ ബാക്ക് സൈഡ് യൂസ് ചെയ്യും. അപ്പം നേരത്തെ പറഞ്ഞ മാതിരി ബാക്ക് സൈഡിലൊരു സപ്പോർട്ട് കൊടുത്തിട്ട് വേണം നമ്മളിങ്ങനെ വൈപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സോയിലൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ ഇങ്ങനെ പെബിൾസ് കൂടിയിട്ട് ഫില്ല് ചെയ്തെടുക്കാം. പിന്നെ ഇപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ചപ്പോൾ കുറച്ച് ലീവ്സൊക്കെ ഡാമേജ്ഡ് ആയിട്ടുണ്ട്. അപ്പം അത് ഇപ്പോൾ എടുത്ത് കളയാൻ പറ്റില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കണ്ട ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റിൻ്റെ അമ്മാതിരി ഒരു ലുക്കിൽ തന്നെ വരും. നമുക്ക് കുറച്ചുകൂടെ അതൊരു ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു
സ്റ്റോൺസും കൂടെ ഇട്ട് കൊടുത്തത്. ഇപ്പോൾ നമ്മൾ ആദ്യത്തേനേക്കാളും എന്ത് ഡിഫറെൻ്റ് ആണെന്ന് കണ്ടില്ലേ നമ്മുടെ പ്ലാന്റ് ഇപ്പോൾ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ആദ്യമായിട്ട് കാണുന്നവർ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.